നമുക്ക് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പം ഞാനിവിടെ വെള്ളക്കടല ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഇതേപോലത്തെ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് കടല ഒരു 5 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് ഈ സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മുടെ കടല അതവിടെ വേവിച്ച് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത് കേട്ടോ. കാരണം ഈ വെള്ളക്കടല മറ്റേ കറുത്ത കടലയുടെ പോലെയല്ലല്ലോ, ഇത് ഭയങ്കര സോഫ്റ്റാണ്. കുറേ വെന്ത് ഉടഞ്ഞു പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് മസാല ഇടുമ്പോൾ മൊത്തം ഉടഞ്ഞു പോകും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയൊരു സവോള, അത് ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലത്തെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 4 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു വലിയൊരു തക്കാളി, പിന്നെ എരിവിന് വേണ്ടിയിട്ട് 3 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഈ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കറിവേപ്പില വേണം. പിന്നെ ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ തേങ്ങ കൊത്തായിട്ടാണ് എടുത്തേക്കുന്നത്. കാരണം ഈ തേങ്ങ നമുക്കൊന്ന് വറുത്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ സാധാരണ ഇപ്പോൾ തേങ്ങ വറുത്തിട്ട് എടുക്കുമ്പോൾ തേങ്ങ കൊത്തായിട്ട് എടുത്തിട്ട് ഒന്ന് കനം കുറച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടി എളുപ്പമാണ്. പിന്നെ തേങ്ങ ചിരണ്ടാനൊന്നും നിൽക്കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ചിരണ്ടിയ തേങ്ങയാണ് എടുക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3.5 ടേബിൾ സ്പൂൺ തേങ്ങ എടുക്കുക. അല്ലെങ്കിൽ തേങ്ങ കൊത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് കനം കുറച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതൊക്കെ ആകുമ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് കറി ഉണ്ടാക്കുമ്പോൾ തേങ്ങയാണ് കൊത്തിയിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പണി കഴിയും. അല്ലെങ്കിൽ നമ്മൾ ചിരവ് എടുക്കാനും ചിരണ്ടാനൊക്കെ നിൽക്കണമല്ലോ. പിന്നെ ഫ്രോസൺ തേങ്ങയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ വേണം. അതൊക്കെ ഞാൻ ചേർക്കുമ്പോൾ ഓരോന്നായിട്ട് പറയട്ടെ. അപ്പോൾ ഈ നമുക്ക് നമ്മുടെ കറി ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് കനം കുറച്ചിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ കയ്യിൽ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചില ചോദിക്കാറുണ്ട് കൈമ പാട് വീഴില്ലേ. എൻ്റെ കൈമ അങ്ങനെ ഒറ്റ പാടുമില്ല കേട്ടോ, പാട് അങ്ങനെ വീഴില്ല. റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ കേട്ടോ, തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ അങ്ങനെ ഇരിക്കണേ. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ തേങ്ങക്കൊത്തിടാട്ടെ. തേങ്ങ നമ്മൾ വറുത്തെടുക്കില്ല, അതേപോലെ തന്നെ തേങ്ങക്കൊത്താകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ് നമുക്ക് വറുത്തെടുക്കാനൊക്കെ. അപ്പോൾ നമ്മുടെ തേങ്ങക്കൊത്ത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെളിച്ചെണ്ണയിൽ നിർത്തി മാറ്റാം. ഞാൻ അടുത്തത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ചേർക്കാം. അപ്പോൾ ഇത് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ഇത് എടുത്ത് മാറ്റാം നമുക്ക്. നമ്മൾ തേങ്ങ വറുത്ത് വെച്ചിട്ടില്ലേ അതിൻ്റെ കൂടെ ചേർത്താൽ മതി. അപ്പോൾ നിങ്ങൾ തേങ്ങയായിട്ടാണ് ചേർക്കണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ വറുത്തിട്ട് എടുക്കാം ഫസ്റ്റ്. ഇതിപ്പോൾ നമ്മൾ തേങ്ങക്കൊത്തായതുകൊണ്ട് ഫസ്റ്റ് തേങ്ങക്കൊത്ത് വറുത്തെടുക്കും. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ സവോള ഉണ്ടല്ലോ, സവോള ചേർക്കാണ്. പിന്നെ കറിവേപ്പില. ഇത് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറാവട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് നമ്മളിപ്പോൾ വറുത്ത് വെച്ചേക്കണ തേങ്ങയും പിന്നെ നമ്മൾ മൊരിച്ച് വെച്ചേക്കണ വെളുത്തുള്ളിയും ഇഞ്ചിയും ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ചീരകവും പിന്നെ നമ്മൾ വേവിച്ച് വെച്ചേക്കണ കടലയിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ കടലയും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് ഞാനിവിടെ തീ ഉറച്ചിട്ടേക്കാട്ടെ, നമുക്കത് അരച്ചിട്ട് വരാം. അപ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ മൊരിച്ചിട്ട് വെച്ചിട്ടില്ലേ തേങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളി അത് ചേർക്കാം. ഒരു 3/4 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, വലിയ ജീരകമില്ലേ അത്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണ കുറച്ച് കടലയും കൂടിയിട്ട് ചേർക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു ഗ്രേവിക്കൊക്കെ നല്ലൊരു തിക്നെസ് ഉണ്ട്. ഒരു 3 4. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 3 പച്ചമുളക് ഉണ്ടല്ലോ, അത് പച്ചമുളക് അരച്ചിട്ട് ചേർക്കുമ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ടാവും. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളകൊക്കെയാണെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ചേർത്താൽ മതിയിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം. ഞാൻ നോക്കിക്കേ, നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതോടെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ സവോളയ്ക്ക് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഞാൻ അതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. നന്നായിട്ട് മൊരിയട്ടെ. ചെറിയ തീയിൽ വയ്ക്കണം കേട്ടോ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഞാൻ അടുത്തത് നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഒരു 1.25 ടേബിൾ സ്പൂൺ. ചെറിയ തീയിലിട്ടിട്ട് മല്ലിപ്പൊടി നന്നായിട്ട് മൊരിച്ചിട്ട് എടുക്കുക. ഞാനിവിടെ തീ വെച്ചാൽ നോക്കിക്കേ. ഞാൻ അടുത്തതിലേക്ക് മുളക് പൊടി, അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. നമ്മൾ പച്ചമുളക് അരച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ടാവും. എൻ്റെ മുളക് പൊടിക്ക് എരിവ് വളരെ കുറവാട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊരു തക്കാളി എടുത്ത് വെച്ചിട്ടില്ല, ആ തക്കാളി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ കൂട്ടിയിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് വെച്ചോട്ടെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമ്മൾ കടല വേവിച്ചിരുന്ന വെള്ളമില്ലേ, ആ വെള്ളത്തിൽ നിന്ന് ഒരു ഇച്ചിരി വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്.
തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണം അരപ്പും ചേർക്കണം, പിന്നെ നമ്മുടെ കടലയും ചേർക്കണം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണം നമ്മുടെ കടല ഉണ്ടല്ലോ, കടല ചേർക്കാം. പിന്നെ നമ്മൾ അരച്ച് വെച്ചേക്കണം നമ്മുടെ അരപ്പുണ്ടല്ലോ, അതും കൂടിയിട്ട് ചേർക്കാം. അരപ്പ് അരയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം ചേർത്തിട്ട് അരയ്ക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മൾ ജീരകമൊക്കെ ചേർത്തുണ്ടല്ലോ, അതൊന്നും നമുക്ക് ശരിക്കും അറിഞ്ഞിട്ടില്ല. ഞാൻ ഈ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. എന്നിട്ട് നല്ലൊരു തള വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കൂടിയിട്ട് ചേർക്കണം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാം. കറിക്ക് നിങ്ങൾക്ക് നല്ല ചാറ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇപ്പൊക്കെ നല്ല കറക്റ്റ് ഭാഗമായിട്ടുണ്ട്. അപ്പോൾ നല്ല തള വന്നു കഴിയുമ്പോൾ പിന്നെ തീ കുറച്ച് വെക്കണം കേട്ടോ. കാരണം കുറച്ച് നേരം ആ ഗ്രേവിയിൽ കിടന്നിട്ട് നമ്മുടെ കടലേക്ക് ഒന്ന് തിളയ്ക്കണം. അപ്പോഴായിരിക്കും നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റൊക്കെ വരാം. അപ്പോൾ നമ്മുടെ കറി ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി ചേർക്കുന്നുണ്ട്. ശരിക്കും വെള്ളക്കടലക്കറിയിൽ നമ്മൾ ഈ കസൂരി മേത്തി ചേർക്കണം. അത് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതേപോലെ തന്നെ നമ്മൾ പൊട്ടറ്റോ മസാലയൊക്കെ ഉണ്ടാക്കില്ലേ, മസാലയല്ല പൊട്ടറ്റോ കുറച്ച് ഇങ്ങനെ ഇതേപോലെ ഇങ്ങനെ ഗ്രേവിയിൽ ഉണ്ടാക്കുമ്പോൾ ഈ കസൂരി മേത്തി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കസൂരി മേത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കിയതാട്ടോ. അത് പറഞ്ഞിട്ട് ഉലുവ ചേർക്കരുതട്ടോ, രണ്ടിനും ടേസ്റ്റ് വ്യത്യാസമുണ്ട്. കുറച്ചും കൂടിയും ചേർക്കുന്നുണ്ട്. അതൊരു ഇച്ചിരി കൂടുതൽ ചേർക്കാം നമുക്ക്. ഇനി ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 10 മിനിറ്റ് നമുക്കൊന്ന് മുടിക്കാം. ഇപ്പോൾ ഇവിടെ രാവിലെ നേരം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇതവിടെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ഗോതമ്പിൽ കുറച്ച് വെള്ളവും പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു. എന്നിട്ട് വെറുതെ ഇങ്ങനെ കോരി ഒഴിച്ച് ചുട്ടെടുത്തേക്കണം. അപ്പമല്ല ഗോതമ്പ് ദോശ. അത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സവോളയൊക്കെ ഇരുന്ന് അരിഞ്ഞിടാം. പക്ഷെ ഇത് നമ്മൾ കറി കൂട്ടിയിട്ടുള്ള കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട്. അപ്പോൾ ഇങ്ങനെ പ്ലെയിനായിട്ട് ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. ഇതാകുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. ഞാൻ ശരിക്കും ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നോക്കിയപ്പോൾ തേങ്ങയൊക്കെ റെഡിയാക്കണം. ഇതാകുമ്പോൾ എളുപ്പമാണ്. ഞാൻ നോക്കിക്കേ, ഇപ്പോൾ നമ്മുടെ കറിയുടെ ഗ്രേവിയൊക്കെ അത്യാവശ്യം ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ കറി ഞാനിവിടെ ചെറിയ തീയിൽ ഇട്ടാണ് വെച്ചിരുന്നത്. ചെറിയ തീയിൽ ഞാനൊരു 15-17 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ എത്ര സമയം കൂടുതൽ വയ്ക്കണം അത്രയ്ക്കും നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെ തേങ്ങയ്ക്കും വറുത്തിട്ട് അരച്ച് ചേർക്കണ കറികളിലൊക്കെ. കാരണം അപ്പോൾ ആ തേങ്ങയുടെ എന്താ പറയുക, ആ വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് പുറത്തേക്ക് വന്ന് ആ കറിയൊക്കെ കാണാനൊക്കെ ആയിരുന്നാലും നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് കറിയിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാം. ആ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് കടുക് പൊട്ടിക്കാം. ഇതിലേക്ക് ഞാൻ തേങ്ങക്കൊത്താട്ട വറവ് ഇട്ടണത്. നിങ്ങൾക്ക് നമ്മൾ കുഞ്ഞുള്ളി താളിച്ച് ഒഴിക്കില്ലേ, അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഇതിലേക്ക് ഫസ്റ്റ് കുഞ്ഞുള്ളി ഇട്ടിട്ട് മൂപ്പിച്ച് കഴിഞ്ഞിട്ട് തേങ്ങക്കൊത്തിട്ടിട്ട് റെഡിയാക്കിയിട്ട് അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. അപ്പം ഞാനിതിലേക്ക് ഉള്ളിയൊന്നും ചേർക്കണില്ല. കടുക് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ കറിവേപ്പില ഇടും, പിന്നെ തേങ്ങക്കൊത്തും കൂടി ഇട്ടിട്ട് വറുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഇടും. നമുക്ക് 1 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റിയും സിമ്പിളായിട്ടുള്ള നമ്മുടെ വെള്ളക്കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പുട്ടിൻ്റെ കൂടെ, ഉപ്പുമാവിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റുള്ള കടലക്കറി. ഇതിവിടെ മരത്തുമ്മ ഒരു പഴം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആ പഴം കഴിക്കുന്നതാണ് കാണുന്നത്. ഇത് അണ്ണാനാട്ടോ. ഇവിടുത്തെ അണ്ണാന് നമ്മുടെ നാട്ടിലെ പോലെയല്ല. അണ്ണാൻ ഭയങ്കര വലിയ അണ്ണാനാ. ഇന്ന് നമ്മുടെ താറാവിനെയും കോഴികളൊക്കെ അയച്ചിട്ടപ്പോൾ നേരം ലേറ്റായിട്ടാണ്. ഇപ്പോൾ ഇവിടെ സമയം 6:45 പക്ഷെ ഇപ്പോൾ തണുപ്പ് തുടങ്ങിയല്ലോ. നല്ല തണുപ്പൊക്കെ ആകുമ്പോഴേക്കും 4:30 ഇരുട്ടാവും കേട്ടോ. അപ്പം അത്രയ്ക്കാണ്ട് തണുപ്പായിട്ടില്ല. കാരണം ഇപ്പോൾ ആരെങ്കിലും ഒരാൾ നോക്കി നിൽക്കണം. ഇന്ന് എൻ്റെ പണി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ലേറ്റായി. അതിൻ്റെ ഇടയ്ക്ക് നീന വന്നിട്ടും ഇടയ്ക്ക് അയച്ചിട്ടിട്ട് നോക്കാറുണ്ട്, ഇടയ്ക്ക് പോൾസാനും നോക്കാറുണ്ട്. ഇന്ന് പക്ഷെ എല്ലാവരും തിരക്കായിപ്പോയി.
അപ്പോൾ ഇന്നിപ്പോൾ ജസ്റ്റ് ഒന്ന് അയച്ചിട്ട് അപ്പോൾ തന്നെ ഒന്ന് കൂട്ടിൽ കയറ്റാമെന്ന് വിചാരിച്ചു. കോഴികളൊക്കെ ആയിരുന്നാലും അഴിച്ചിട്ടപ്പോൾ തന്നെ അവർ പിന്നെയും കൂട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നോക്കാം. കാരണം ഇപ്പോൾ ഓൾറെഡി ഇരുട്ടായാലും പിന്നെ അവർക്ക് ഇത്രയ്ക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ലാന്ന് തോന്നും. ഈ പൂവിൻ്റെ കളർ ഇപ്പോൾ വെള്ളയ്ക്ക് മാറിയിട്ട് നല്ല ഭംഗിയുള്ള കളറായിട്ട് വരുന്നുണ്ട്. നല്ല രസമാണ് കളർ കാണാൻ വേണ്ടിയിട്ട്. ഒരു ഡബിൾ ഷെയ്ഡ് പോലെയാണ്. തണുപ്പ് കൂടുന്തോറും അതിൻ്റെ കളർ ഇങ്ങനെ മാറി മാറി പിന്നെ നല്ല തണുപ്പാകുമ്പോഴേക്കും എന്താ പറയുക, ഒരു നല്ലൊരു ഗോൾഡൻ കളറായിട്ട് ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്ന പൂവുണ്ടല്ലോ, അതേപോലെ നിൽക്കാണ്ട് നമ്മളകത്ത് നമ്മൾ ഫ്ലവർ വേസിലേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരു വർഷം ഇരിക്കും കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷം അങ്ങനെ പറിച്ച് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ മുമ്പ് ഞാനത് എടുത്ത് കളഞ്ഞുള്ളൂ. അത് നല്ല എന്താ പറയുക, നല്ല ഭംഗിയിൽ അങ്ങനെ ഇരിക്കും അത് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ. സമയം ഇരുട്ടായി, സൂര്യൻ അസ്തമിച്ചു. അപ്പോൾ നമ്മുടെ കോഴികളൊക്കെ ഓൾറെഡി ഇതാ എല്ലാവരും കൂട്ടിൽ കയറി കഴിഞ്ഞിട്ടോ. അതിൽ നേരമായിട്ടുള്ള അയച്ചിട്ടിട്ടെ, ഇവിടെ അയച്ചിട്ടിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറാവണുള്ളൂ അയച്ചിട്ടിട്ട്. അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും 2 മണിക്കൂർ ഞാൻ അഴിച്ചിടും. പിന്നെ നമ്മുടെ പൂക്കൾ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ഇപ്പം ഇരുട്ടായതുകൊണ്ട് തന്നെ അത്ര ഭംഗിയിൽ കാണുന്നില്ല. വേണ്ട മുട്ടും വേണ്ട പൂവൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ തണുപ്പ് തുടങ്ങുന്നതോട് കൂടിയിട്ട് എല്ലാവരും പോവുമല്ലോ. താറാവുകൾക്ക് പിന്നെ ഇരുട്ടൊന്നും പ്രശ്നമൊന്നുമില്ല. അങ്ങോട്ടേക്ക് അറ്റത്തേക്ക് പോയേക്കാം, കുറുക്കം കണ്ടാൽ മതി. ഓക്കെ, ഇനി ഞാൻ അവരെ കയറ്റട്ടെ. കുറുക്കൻ ഇടയ്ക്ക് അവിടെ ഇങ്ങനെ ആ ഫെൻസിൻ്റെ അവിടെ ഓരോ ഇങ്ങനെ ഓട്ടകൾ ഉണ്ടാക്കുന്നുണ്ട് കയറാൻ വേണ്ടിയിട്ട്. കയറിക്കേ. അപ്പോൾ അങ്ങനെ നമ്മുടെ കോഴിനേക്ക് കയറ്റി ഇനി ഞാൻ അകത്തേക്ക് പോട്ടെ.